എല്ലാവർക്കും ഗേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പം നമ്മുടെ കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ ശാലിനിയും വിഷ്ണുവിൻ്റെയും കുട്ടികളുടെയും തീം പാർക്കിലെ കുറേ നല്ല നിമിഷങ്ങളായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ എന്ന് പറയുന്നത് പപ്പി മോൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ നമ്മുടെ ശാലിനി അടുത്ത് ചെല്ലുന്നത് എന്താ മോളെന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയുന്നത് എൻ്റെ അച്ഛനും അമ്മയും പറ്റി ഞാൻ ആലോചിച്ചതാണ്, അവരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിന്ന് പറയുകയാണ്. അപ്പോൾ ശാലിനി പറയും ഇപ്പം ഞങ്ങളാണ് പപ്പി മോളുടെ അച്ഛനും അമ്മയും, അതുകൊണ്ട് മോള് പോയി കളിക്കാൻ പറയാം. അങ്ങനെ അത് മോള് പോയപ്പോഴത്തേനും ശാലിനി എന്നിങ്ങനെ കരയും. കാരണം തൻ്റെ മകൾ തന്നെ തിരിച്ചറിയുന്നില്ലല്ലോ, കാരണം അവളുടെ അച്ഛനും അമ്മയുടെ കൂടെ നിൽക്കുന്നത്, താൻ എന്തിനാണ് അന്ന് അങ്ങനെയൊക്കെ ചെയ്തതെന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പം വിഷ്ണു ശാലിനി അവിടെ നിന്ന് കരയുന്നത് കാണാം. അപ്പോൾ അങ്ങോട്ടേക്ക് വരും. എന്നിട്ട് പറയും വിഷമിക്കല്ലേ, ഇപ്പം നമ്മൾക്ക് എന്തായാലും അത് പറയാൻ പറ്റില്ലല്ലോ, അതിനൊരു അവസരം വരും, നമ്മുടെ മോളെ നമ്മുടെ കൂടെ കൂട്ടാം, പക്ഷെ അവളോട് അത് പറയുമ്പോൾ അവൾ എങ്ങനെയായിരിക്കും അത് എടുക്കുക എന്ന് നമുക്കറിയത്തില്ലല്ലോ, അവളുടെ മനസ്സിൽ നമ്മൾക്കൊരു സ്ഥാനവും ഇല്ലല്ലോ എന്നൊക്കെ ശാലിനി ഇങ്ങനെ വിഷമിക്കുകയാണ്. അപ്പോൾ വിഷ്ണു പറയും വേണ്ട വിഷമിക്കേണ്ട എന്ന് പറയും. അങ്ങനെ അവർ വീണ്ടും തീം പാർക്കിൽ കളിയും ചിരിയും ഒക്കെ ആയി നടന്നതിന് ശേഷം അവിടെ നിന്ന് പുറപ്പെടുകയാണ്. പുറപ്പെടുന്ന സമയത്ത് കുട്ടികൾക്ക് ദോശ വേണമെന്നൊക്കെ ആവശ്യപ്പെടുന്നു. അങ്ങനെ ഒരു തട്ടുകടയിൽ കയറി അവർ ദോശയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടുത്തെ അമ്മയുടെ വിഷമങ്ങളൊക്കെ ശാലിനി കേൾക്കുന്നു. കാരണം അവർക്കൊരു വീടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ട് നിൽക്കുകയാണ്. ഇതേ സമയത്ത് നൂറാണെങ്കിൽ ഓടി പിടിച്ച് അനൂപിൻ്റെ അടുത്ത് എത്തുകയാണ് രജിസ്ട്രേഷൻ. അങ്ങനെ നൂറിൻ്റെയും നമ്മുടെ അനൂപിൻ്റെയും രജിസ്ട്രേഷൻ നടക്കുകയാണ്. അപ്പം അനൂപാണെങ്കിൽ ദേഷ്യപ്പെടും, നീ എന്താ ഇത്ര താമസിച്ചെന്നൊക്കെ ചോദിക്കുക. അപ്പോൾ പറയും അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റിയില്ല, നസീറിൻ്റെ അമ്മയാണ് സഹായിച്ചതെന്നൊക്കെ പറയാം. അങ്ങനെ അവർ വേഗം അവിടെ നിന്ന് പുറപ്പെടുകയാണ്. പിന്നീടാണെങ്കിൽ പിന്നീട് നമ്മുടെ നാളത്തെ എപ്പിസോഡിൽ എന്ന് പറയുന്നത് നമ്മുടെ സത്യഭാമയാണെങ്കിൽ ഒരു ജോത്സ്യനെ കാണാൻ വേണ്ടി നമ്മുടെ പിള്ളയോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ പിള്ളയുമായിട്ട് ജോത്സ്യനെ കാണാൻ പോകുന്നു. അങ്ങനെ ജ്യോതിഷപ്രകാരം അവർ എല്ലാം നോക്കുന്നു. ആ സമയത്ത് പറയുന്നു മകന് ഇനിയും ആപത്തുകൾ വരാൻ ഇരിക്കുന്ന എല്ലാം മകൻ്റെ മുകളിലേക്കാണ് വരുന്നത്, അതുകൊണ്ട് നന്നായി സൂക്ഷിക്കണം എന്നൊക്കെ പറയുകയാണ്. വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നത് കേട്ട് സത്യഭാമയ്ക്ക് ആകെ ടെൻഷനാകുന്നു. കാരണം എല്ലാ പ്രാവശ്യവും നമ്മുടെ വിഷ്ണുവിനാണല്ലോ ഓരോരോ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ അവരുടെ ഉള്ളിൽ എന്ന് പറയുമ്പോൾ എപ്പോഴും ശാലിനി കാരണമാണ് എന്നുള്ള രീതിയിലായിരിക്കും ഇനി അവരത് പറഞ്ഞു വരുത്തുന്നത്. ഇതേ സമയത്ത് നമ്മുടെ വിഷ്ണു ശാലിനി ഇങ്ങനെ ഒരു സ്ഥലത്ത് എത്തുകയാണ്. ആ സ്ഥലത്ത് ഇങ്ങനെ ഓടി നടക്കുന്ന സമയത്ത് കാട്ടിലെ മൂപ്പനോ അങ്ങനെ എന്തോ സംതിങ് ആണ്, ഒരാളിങ്ങനെ ഓടി കയറി വരികയാണ്, അവിടെ താഴെ നിന്ന് ഇങ്ങനെ വരികയാണ്. അപ്പം നമ്മുടെ സത്യമോളും പപ്പിയൊക്കെ അത് കാണുന്ന സമയത്ത് അച്ഛ അത് നോക്കാൻ പറയാം. അപ്പോൾ ഇവർ നോക്കുമ്പോഴത്തേനും ഇവരുടെ അടുത്തോട്ട് അയാൾ വരികയാണ്. അയാൾ വന്നിട്ട് ഇവരുടെ അടുത്ത് എന്താ പറയുന്നതെന്ന് സീനിൽ കാണിച്ചിട്ടില്ല, അതൊക്കെ നാളത്തെ എപ്പിസോഡിലായിരിക്കും. അപ്പോൾ നാളത്തെ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.